നിക്ഷേപിച്ച സ്വർണം തിരിച്ചെടുക്കാനാകാതെ നിങ്ങൾ വിഷമിക്കുന്നുവോ? ഉടൻ വിളിക്കൂ ആലപ്പാട് ഗോൾഡ്, നിയർ റിലയൻസ് ട്രെൻഡ്സ്, KK റോഡ്, മുണ്ടക്കയം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്യു മണ്ണാറാകും. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുരാതനവും പ്രസിദ്ധവും ശക്തവുമായ ഒരു സാമ്രാജ്യത്തെ പറ്റിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BC-യിൽ ഉണ്ടായിരുന്ന വടക്കേന്ത്യയിലെ ഏറ്റവും പ്രധാന സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. അത് BC 350 ഉണ്ടായത്. എന്നാൽ ദക്ഷിണേന്ത്യയിലുണ്ടായ പാണ്ഡ്യരാജ്യം, അതുപോലെ ചോളരാജ്യം, ചേരരാജ്യം, ഇവ മൂന്നും ക്രിസ്തുവിനെ 1000 വർഷത്തിലേറെ മുമ്പേ സ്ഥാപിക്കപ്പെട്ടവയാണ്. മറ്റൊരു കാര്യം ചരിത്രകാരന്മാർ പറയുന്നത് ചേരനും ചോളനും പാണ്ഡ്യനും സഹോദരന്മാരായിരുന്നു എന്നാണ്. ഇവർ തമ്മിൽ പലപ്പോഴും യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ സമാധാനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. 3 പേരും ഒന്നിനൊന്നിന് പ്രശസ്തരുമായിരുന്നു. വളരെ ദീർഘകാലം ഒരു ഭരണത്തിൽ തുടർന്നു. അപ്പോൾ അങ്ങനെ തുടരവേ ഒരിക്കലും 1140കളിൽ ചോള രാജാവായിരുന്ന കുലോത്തുംഗ ചോളൻ രണ്ടാമൻ മധുര പാണ്ഡ്യരാജവംശത്തെ രാജ്യത്തെ ആക്രമിച്ചു. അന്നത്തെ ചക്രവർത്തി എന്ന് പറയുന്നത് ചിരയൂവർമ്മൻ അഥവാ മാനവിക്രമൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന് അന്ന് 18 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ആക്രമണത്തിൽ അദ്ദേഹം ചോള രാജാക്കന്മാരെ പരാജയപ്പെടുത്തി വിട്ടു. ഏറെ താമസിക്കാതെ കൂടുതൽ സൈന്യവുമായി വന്ന് അവർ ചേരരാജ്യത്തെ ആക്രമിച്ചപ്പോൾ അവർ ചതിപ്രയോഗം നടത്തി. ഈ തന്ത്രത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ചതിപ്രയോഗം എന്ന് പറഞ്ഞാൽ സൈന്യാധിപനെ വിലക്കെടുത്തു. പല രാജ്യങ്ങളും കീഴടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ ചതിപ്രയോഗത്തിൽ സൈന്യത്തെ യുദ്ധം മുറുകിയപ്പോൾ ചിരായുവർമ്മൻ്റെ സൈന്യം പിൻവാങ്ങി. അങ്ങനെ ചിരായുവർമ്മൻ യുദ്ധത്തിൽ തോറ്റു. അദ്ദേഹത്തിന് വലിയ നാണക്കേടായിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാരിവർമ്മൻ ശ്രീവല്ലഭനെ ഈ സ്ഥലം മധുരയുടെ ഭരണം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഗൂഡല്ലൂർക്ക് താമസം മാറി. ഗൂഡല്ലൂർ ചെന്ന് അദ്ദേഹം ഒരു തലസ്ഥാനം ഉണ്ടാക്കി, ഒരു കൊട്ടാരം ഉണ്ടാക്കി, അവിടെ കുറച്ച് നാൾ വസിച്ചു. അപ്പോൾ അവിടെയും താമസിക്കുന്നത് അത്ര സുരക്ഷിതമല്ലെന്ന് തോന്നി. AD 4-ാം നൂറ്റാണ്ടിൽ മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചത് പാണ്ഡ്യരാജാക്കന്മാരാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് ഗൂഡല്ലൂർ താമസിച്ചപ്പോൾ തോന്നി അവിടെ താമസിക്കുന്നത് അത്ര സുരക്ഷിതമല്ലെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം സാവധാനം കേരളത്തിലേക്ക് വന്നു. അന്ന് കേരളത്തിൽ തെക്കുംകൂറിൻ്റെയൊക്കെ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്, വാങ്ങാൻ കഴിയുമെന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. അദ്ദേഹം പോകുന്നപ്പോൾ തൻ്റെ ഭണ്ഡാരപ്പെട്ടി മുഴുവൻ സ്വർണവും പണവും പെട്ടിക്കകത്ത് കരുതി ഒരു ചെറിയ സൈന്യത്തോടും കുടുംബാംഗങ്ങളോടും ഒപ്പം അദ്ദേഹം മധുരയിൽ നിന്നും തേനി, കമ്പം, കുമളി വഴി അവർ പുറപ്പെട്ടു വന്ന് അവർ വണ്ടിപ്പെരിയാർ വന്ന് വിശ്രമിച്ചു. അപ്പോൾ വിശ്രമിച്ചപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ ഉദയൻ എന്ന് പറഞ്ഞൊരു കൊള്ളക്കാരന് ഇദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ആക്രമിച്ചു. അപ്പോൾ തകർന്നു പോകുമെന്ന് തോന്നി. ആ സമയത്ത് ഒരു യുവാവ് ഒരു വലിയ സൈന്യവുമായിട്ട് അവിടെ എത്തി. അദ്ദേഹം ആനപ്പുറത്താണ് വന്നത്. ഉദയനെ സൈന്യത്തെ പരാജയപ്പെടുത്തി ഓടിച്ചു. എന്നിട്ട് ഈ യുവാവ് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കൊള്ളുക, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഒരു കൊള്ള നടക്കുന്നുണ്ട്, അത് നിങ്ങൾ തടയണം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഒരു ആനയും കൊടുത്തു, ഒരു തോട്ടിയും വടിയും കൊടുത്താണ് വിട്ടത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു, ഏറ്റുമാനൂർ വന്ന് ശത്രുക്കളെ പരാജയപ്പെടുത്തി. അതിനുശേഷം തെക്കുംകൂർ മഹാരാജാവിനെ കണ്ടു. അന്നത്തെ മഹാരാജാവെന്ന് പറയുന്നത് ഇരവി മണികണ്ഠന ആയിരുന്നു അന്നത്തെ തെക്കുംകൂർ രാജാവ്. അദ്ദേഹത്തിന് ഈ രാജാവിനോട് താല്പര്യം തോന്നി. അദ്ദേഹത്തോട് 56,000 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങി. ലോക ചരിത്രത്തിൽ ആദ്യമാണ് വില കൊടുത്ത് ഭൂമി വാങ്ങി രാജ്യം സ്ഥാപിച്ച ലോകത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ രാജാവാണ് പൂഞ്ഞാർ രാജാക്കന്മാർ. അദ്ദേഹം ഇവിടെ ഒന്ന് രാജ്യം സ്ഥാപിച്ചു. അത് ഈരാറ്റുപേട്ട പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ കിഴക്കോട്ട് തെക്കനാറിനും വടക്കിനാറിനും ഇടയ്ക്കുള്ള 56,000 ഏക്കറാണ് അദ്ദേഹം വാങ്ങിച്ചത്. അതിനുശേഷം അദ്ദേഹം കുറച്ച് നാൾ കാഞ്ഞിരപ്പള്ളിയിൽ താമസിച്ചു. മധുര മീനാക്ഷിയുടെ ഒരു ക്ഷേത്രം അവിടെ സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം പൂഞ്ഞാറ്റിൽ വന്ന് അവിടെ കുറച്ച് നാൾ കണ്ണോത്ത് പുരയിടത്ത് താമസിച്ചു, പുതിയ കെട്ടിടം നിർമ്മിക്കുന്നവർ. അന്നൊരു കൊട്ടാരം ഉണ്ടായിരുന്നതാണ് പറയുന്നത്, ചെറിയൊരു കൊട്ടാരം. അതായത് പൂഞ്ഞാർ രാജാക്കന്മാർ വരുന്നതിന് മുമ്പ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മലനാട് മന്നൻ ഉണ്ടായിരുന്നെന്ന് ചില ചരിത്രകൃതികൾ പറയുന്നുണ്ട്. അതിൽ പറയുന്ന അദ്ദേഹം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഈ 56,000 ഏക്കർ തെക്കുംകൂറിലേക്ക് ഇത് മടങ്ങിപ്പോയി. ഈ രാജ്യമാണ് ഇദ്ദേഹത്തിന് കൊടുത്തത്. അതിനുശേഷം ഇദ്ദേഹം ഇവിടെ വന്ന് കൊട്ടാരം പണിതു. 1260-ലാണ് ഈ കൊട്ടാരം നിർമ്മിക്കുന്നത്. ഇപ്പോഴത്തെ മഹത്തായ വലിയൊരു കൊട്ടാരമാണ് നിർമ്മിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹം ഭൂമി പിന്നെയും വാങ്ങി. പലരും ഓർത്തുകൊണ്ടിരിക്കുന്ന 56,000 ഏക്കർ വന്നാണ്. അങ്ങനെയല്ല, 1189 ഇദ്ദേഹം ചെങ്ങമനാട് ദേവസ്വത്തിൽ നിന്ന് വലിയൊരു ഭൂപ്രദേശം വാങ്ങിച്ചു. മഞ്ഞപ്പാറ മല ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്രദേശം ഇദ്ദേഹം വാങ്ങിച്ചു. പിന്നെ മറ്റൊന്നുകൂടി അദ്ദേഹം ചെയ്തു. 1240-കളിൽ തൊടുപുഴ കാരിക്കോട് ആസ്ഥാനമായിട്ട് വെച്ചിരുന്ന രാജ്യത്തിൽ നിന്ന് കീഴ്മലനാട് രാജ്യം, അവിടുന്ന് അഞ്ചുമല ഏരിയ, കണ്ണൻദേവൻ കമ്പനിയുടെ ഏരിയ, ഇതെല്ലാം അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. അതിന് കഴിഞ്ഞിട്ട് പിന്നെ 1450 കാലമായപ്പോൾ അദ്ദേഹം തെക്കുംകൂറിൽ നിന്ന് മഞ്ഞപ്പാറ മല ഉൾപ്പെടെ അതുപോലെ പെരിയാറിൻ്റെ തീരത്തുള്ള സ്ഥലം മുഴുവൻ അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. അത് മാത്രമല്ല,
ഇന്നത്തെ ഉടുമ്പൻചോല താലൂക്ക്, പീരുമേട് താലൂക്ക്, ഇടുക്കി താലൂക്ക്, ദേവികുളം താലൂക്ക്, ഈ പ്രദേശങ്ങൾ മുഴുവൻ അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഏറത്തേട് കൈമളിനോട് കോതമംഗലം പ്രദേശം വിലയ്ക്ക് വാങ്ങി. അതുപോലെ താഴത്തേട്ട് കമലിനോട് കോതനല്ലൂർ പ്രദേശം വിലയ്ക്ക് വാങ്ങി. നിർത്തിയില്ല, അദ്ദേഹം ഇവിടെ വന്നിട്ട് പിന്നെയും വാങ്ങി. പിന്നെ വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് തെക്കുംകൂറിനോട് തന്നെ മൂന്നലവ്, മങ്കൊമ്പ്, മേലുകാവ്, തലനാട് തുടങ്ങിയ പ്രദേശങ്ങൾ മുഴുവൻ അദ്ദേഹം അവരോട് വിലയ്ക്ക് തെക്കുംകൂറിനോട് വിലയ്ക്ക് വാങ്ങി. പിന്നെ ഒന്നുകൂടെ ചെയ്തു, അദ്ദേഹം പിന്നെ ആറിനക്കരെയുള്ള ചേന്നാട്, പാതാമ്പുഴ, ചോലത്തടം, കൂട്ടിക്കൽ, ഏന്തയാറ് തുടങ്ങിയ ഈ വിസ്തൃതമായ പ്രദേശം വഞ്ചിപ്പുഴ മഠത്തിനോടും വിലയ്ക്ക് വാങ്ങി. അങ്ങനെ അദ്ദേഹം 1650 കാലഘട്ടമായപ്പോഴേക്കും ഇവിടെ വലിയൊരു പ്രദേശം, ഇന്നത്തെ ഇടുക്കി ജില്ലയിൽപ്പെട്ട തൊടുപുഴ താലൂക്ക് ഒഴിച്ച് മുഴുവൻ ഇടുക്കി ജില്ലയും, എറണാകുളം ജില്ലയിൽപ്പെട്ട കോതമംഗലം താലൂക്കും, കോട്ടയം ജില്ലയിൽപ്പെട്ട തീക്കോയി, തലനാട്, മൂന്നലവ്, കൂട്ടിക്കൽ, പൂഞ്ഞാർ തെക്കേക്കര, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രദേശവും അദ്ദേഹത്തിൻ്റെ വകയായി. അത്രയും വിസ്തൃതമായ ഒരു രാജ്യമാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അതിന് പറഞ്ഞിരുന്ന കേരള മണ്ഡലം എന്നാണ് പറഞ്ഞത്. ശ്രീവല്ലഭൻ ഭരിച്ചുകൊണ്ടിരുന്ന പ്രദേശം പഴയ രാജ്യമാണ്, അത് തമിഴ് മണ്ഡലമെന്നും ഇത് കേരള മണ്ഡലമെന്നുമാണ് വിളിച്ചിരുന്നത്. ഇവിടെ വന്നു മാനവക്രമം വന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ വന്നു. അവരിവിടെ വന്നു കഴിഞ്ഞ് കേരള സംസ്കാരമൊക്കെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അവർ കല്യാണം കഴിച്ചിരുന്നൊക്കെ നമ്പൂതിരിമാരാണ് അവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹത്തിൽ ഏർപ്പെട്ടിരുന്നത്. കേരളത്തിലുള്ള ഒരു രാജകുടുംബവുമായിട്ട് ഇവർക്ക് ബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ വളരെ ശക്തമായ നിലയിൽ ഇവരിങ്ങനെ ഭരിച്ചു വന്നു. വളരെ സമ്പന്നരായിരുന്നു, സമ്പത്ത് വളരെ. അതുമാത്രമല്ല, ഒത്തിരി പാടശേഖരങ്ങൾ വാങ്ങി. പൂഞ്ഞാറിലേക്ക് ആവശ്യമുള്ള പാടശേഖരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നാട്ടകത്തും ആർപ്പൂക്കരയിലും വിശാലമായ പാടശേഖരങ്ങൾ വാങ്ങി. രാജാവിന് താമസിക്കാനുള്ള കൊട്ടാരം ഉണ്ടായിരുന്നു, പണിക്കാർക്ക് താമസിക്കാൻ വള്ളം, വിത്തിറക്കാൻ, വിളവെടുക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും കൂടി വിശാലമായ പാടശേഖരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും സമ്പന്നമായ ഒരു ചരിത്രമാണ് ഇവർക്കുണ്ടായിരുന്നത്. അത് പ്രശ്നങ്ങൾക്കെല്ലാം കുഴപ്പമായപ്പോഴെന്ന് വെച്ചാൽ 1729 മാർത്താണ്ഡവർമ്മ വേണാടിൻ്റെ രാജാവായിരുന്നു. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴാണ് പ്രശ്നമായത്. അദ്ദേഹം തെക്കുംകൂറിനെയും വടക്കംകൂറിനെയും മീനച്ചിലിനെയും കായംകുളത്തെയും എല്ലാം അദ്ദേഹം കീഴടക്കി. അപ്പോൾ അന്ന് ഈ മാർത്താണ്ഡവർമ്മയ്ക്ക് എല്ലാ പിന്തുണയും കൊടുത്ത ഏക രാജാവായിരുന്നു പൂഞ്ഞാർ രാജാവ്. അപ്പോൾ ഈ പൂഞ്ഞാർ രാജാവ് പിന്തുണ കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് ശത്രുതയൊന്നുമില്ലായിരുന്നു. മീനച്ചിൽ കീഴടക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് മാർത്താണ്ഡവർമ്മ ചോദിച്ചു, പാലായി വന്നിട്ട് ചോദിച്ചു, താങ്കൾക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യം അദ്ദേഹം പ്രതീക്ഷിച്ചത്. അപ്പം പൂഞ്ഞാർ രാജാവ് പറഞ്ഞു, എനിക്ക് മീനച്ചി താലൂക്കിൻ്റെ കുറേ ഭാഗങ്ങൾ, അതായത് തിടനാട് പഞ്ചായത്ത് ഇപ്പോഴും മീനച്ചിലിൻ്റെ ഇടമറ്റ ഉൾപ്പെടെയുള്ള പ്രദേശം എനിക്ക് കിട്ടിയാൽ കൊള്ളാം, എൻ്റെ രാജ്യത്തോട് ചേർന്ന് കിടക്കുന്നതാണെന്ന്. ഇങ്ങനെയൊരു ആവശ്യം അദ്ദേഹം തീർത്തും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതിരുന്നതിന് പറഞ്ഞു, നമുക്ക് ആലോചിച്ച് ചെയ്യാം, ഏകദേശം കൊടുക്കാൻ മനസ്സായിട്ടാണ് ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടേ കൊടുത്തു. ഒരു പലകയിൽ ഒരു കുറച്ചും കാടും പടലും നടുക്ക് ഇച്ചിരി മണ്ണും അതിൻ്റെ മുകളിൽ ശ്രീവരാഹം എന്ന് പറഞ്ഞൊരു വലിയ രത്നവും കൂട്ടി വെച്ചേക്ക ഒരു ചിരട്ട കൊണ്ട് കമഴ്ത്തിയാണ് വെച്ചത്. അപ്പോൾ രാജാവ് തുറന്നു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്, രാമയ്യനാണ് ഇത് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കാടും പടലും ഉണ്ടെങ്കിൽ ഇതും കനകം വിളയുന്ന മണ്ണാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇപ്പോൾ മാർത്താണ്ഡവർമ്മ ചോദിച്ചു, ഞാനിങ്ങനെ എങ്ങാർക്ക് ഏകദേശം കൊടുക്കാമെന്ന് സമ്മതിച്ചതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല, അത് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് അപകടമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ രാജാവ് വന്നപ്പോൾ പറഞ്ഞു, അതേ, ഞാൻ പൂഞ്ഞാറിന് വരുന്നുണ്ട്, അപ്പോൾ നമുക്കിതേപ്പറ്റി തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം മാർത്താണ്ഡവർമ്മയോ അല്ലെങ്കിൽ ഭരിച്ചിരിക്കുന്ന ഒരു രാജാവും പൂഞ്ഞാറിന് വന്നിട്ടുള്ളതാണ് സത്യം. ഇതിങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ടിപ്പുവിൻ്റെ ആക്രമണം വരുന്നത്. ടിപ്പുവിൻ്റെ ആക്രമണത്തിലൂടെ നെടുങ്കോട്ടയെ ആക്രമിച്ചു. അന്ന് ധർമ്മരാജാവാണ് ഭരണത്തിലിരിക്കുന്നത്. എല്ലാ സഹായങ്ങളും പൂഞ്ഞാർ രാജാവും നൽകി. അദ്ദേഹം സൈന്യത്തെ കൊടുത്ത് 20,000 പട്ടാളക്കാരെ ടിപ്പുവിനെ നേരിടാൻ വേണ്ടി കൊടുത്തു. 1878 നെടുങ്കോട്ടെ ആക്രമണം ടിപ്പു പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് അതേ വർഷം തന്നെ അദ്ദേഹം ഏപ്രിലിൽ കുറേ വലിയ സൈന്യവുമായിട്ട് വന്നു. അപ്പോൾ അതിന് മുമ്പേ പൂഞ്ഞാർ രാജാവും രാജാ കേശവദാസൻ, അതായത് അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ദിവാനാണ്, രണ്ടും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കി. ഇവിടെ ഒരു ഭൂതത്താങ്കെട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് പൂഞ്ഞാർ രാജാവിൻ്റെ ഏരിയയാണ്, കോതമംഗലം ഏരിയയിലാണ്. അവിടെ ഒരു ചിറയുണ്ട്, ഭൂതങ്ങൾ കെട്ടിയ കോട്ടയാണെന്നാണ് പറയുന്നത്. അവിടെ വലിയ ആന പിടിച്ചാൽ അനങ്ങാത്ത തരം വലിയ കല്ലുകൾ കൊണ്ട് കെട്ടിയൊരു നാടൻ ചിറയുണ്ട്. അതിലെ വെണ്ണ മുഴുവനും ഒരു വർഷം മുമ്പേ കെട്ടി നിർത്തി. അത് കഴിഞ്ഞ് ആലുവാപ്പുഴയിൽ വന്ന് ടിപ്പു വലിയ സൈന്യവും ആയുധമായി വന്നു കഴിഞ്ഞപ്പോൾ ഈ ചിറ തുറന്നു വിട്ടു. ടിപ്പുവിൻ്റെ സൈന്യവും ആയുധവും മുഴുവൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ടിപ്പു കഷ്ടിച്ച് രക്ഷപ്പെട്ടതേ ഉള്ളൂ. അപ്പോൾ ചിലർ പറഞ്ഞത് ശ്രീപത്മനാഭൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞു. പക്ഷേ ടിപ്പു സുൽത്താൻ്റെ സൈന്യം മൈസൂരിലേക്ക് അയച്ച കത്തിൽ പറഞ്ഞ മുകളിലത്തെ ചിറ തുറന്നു വിട്ടതാണെന്ന് രേഖ കിടക്കാൻ. അതുകൊണ്ടാണ് ടിപ്പുവിൻ്റെ അന്ത്യം കുറിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന് വലിയ പങ്ക് വഹിച്ച പൂഞ്ഞാർ രാജാവാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയും പ്രശ്നങ്ങൾ തീരുന്നില്ല. ഈ
ടിപ്പു തോറ്റു കഴിഞ്ഞപ്പോൾ പൂഞ്ഞാർ പറഞ്ഞു ഞങ്ങളുടെ സ്ഥലമൊക്കെ ഞങ്ങളുടെ ടിപ്പു പിടിച്ചെടുത്തത് ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു അതേ ബ്രിട്ടീഷുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, അത് തിരുവിതാംകൂറിൻ്റെ ചുമതലയാണ്. തിരുവിതാംകൂറിൽ അതിനകത്ത് ഒരു മര്യാദയും കാണിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത്രയും ഫലഭൂയിഷ്ടമായ സ്ഥലം വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ധർമ്മരാജാവ് ഒരു കാര്യം ചെയ്തു, ഇത് കൊടുത്തില്ലെന്ന് മാത്രമല്ല അതിനുശേഷം വന്ന റാണി സേതുലക്ഷ്മി ഭായിയുടെ ദിവാനായിരുന്നു കേണൽ മൺട്രോ. അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ രേഖകളെല്ലാം കൊണ്ടുവന്ന് കാണിക്കണം. ഇടുക്കിയിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങളുടേതാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. പോരെങ്കിൽ തിരുവിതാംകൂർ കൊച്ചിയുടെ ഒരു സർവേ നടത്തുന്നുണ്ട്, വലിയ സർവേയാണ്. അതായത് BS വാർഡും PE കൊണോർ എന്ന് പറഞ്ഞ് 2 പേരെയാണ് സർവേ നടത്താൻ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞ് സർവേ നടത്തപ്പോൾ ഈ രേഖയെല്ലാം കൊണ്ടു കൊടുത്തപ്പോൾ ഇതെല്ലാം പക്കാ രേഖയാണ്, പിടിച്ചെടുത്തതല്ല, വില കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ്. ഒരു ആനച്ചുവടിന് ഒരു സ്വർണ്ണ നാണയം എന്നുള്ള വ്യവസ്ഥയെ വാങ്ങിച്ചതാണ്. ഈ സ്ഥലം തിരിച്ച് സത്യത്തിൽ പൂഞ്ഞാറിന് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്ത്രശാലിയായ കേണൽ മൺട്രോ ഈ രേഖകൾ നഷ്ടപ്പെട്ടെന്ന് കള്ളം പറഞ്ഞു. അപ്പോൾ ഈ ഭൂമി നഷ്ടപ്പെട്ടു. മാത്രമല്ല 1816 പൂഞ്ഞാർ രാജാവിൻ്റെ രാജപദവി എടുത്തു കളഞ്ഞു. ഇതൊരു ഇടവകയായിട്ട് മാറ്റി. അപ്പോൾ പിന്നെ നികുതി പിരിക്കാനും ആരാധനാലയങ്ങൾക്ക് അനുമതി കൊടുക്കാനുള്ള അധികാരം മാത്രമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായത്. ചുരുക്കിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെയും പ്രശ്നങ്ങൾ നടന്നു. അത് കഴിഞ്ഞ് ഇടുക്കിയിലുണ്ടായ ഇടുക്കി ജില്ല മുഴുവൻ ഇവർക്ക് കൈമോശം വന്നു പോയി. ഫലഭൂയിഷ്ടമായ പല പ്രദേശങ്ങളും ഈ മുഴുവൻ ഇടുക്കിയിലുള്ള മുഴുവൻ പ്രദേശങ്ങളും പൂഞ്ഞാർ തമ്പുരാൻ നഷ്ടപ്പെട്ടു. ഏതാനും വർഷങ്ങൾ കടന്നുപോയി. അക്കാലത്ത് മേലികാവിലും മുണ്ടക്കയത്തും മിഷണറി പ്രവർത്തനം നടത്തിയിരുന്നത് ബഹുമാന്യനായ റവറൻഡ് ഹെൻറി ബേക്കർ ജൂനിയർ ആയിരുന്നു. അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് കുട്ടിക്കാനത്തിനടുത്തുകൂടെ സഞ്ചരിക്കാനിടയായി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് വിശാലമായ ഈ സ്ഥലം തൻ്റെ മക്കൾക്ക് കൃഷി ചെയ്യാൻ തികച്ചും അനുയോജ്യമാണെന്ന്. അതിൻ്റെ പേരിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി ദിവാനെ കണ്ടു. അപ്പോൾ ദിവാൻ പറഞ്ഞ് എത്ര സ്ഥലം വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല, വിലയൊന്നും തരണ്ട, പക്ഷേ തടിയുള്ളത് ഞങ്ങൾ വെട്ടിയെടുക്കും. ആ വ്യവസ്ഥയിലാണ് ഇദ്ദേഹം അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. സത്യത്തിൽ ഹൈറേഞ്ചിലേക്ക് ആദ്യം കൃഷി ആരംഭിച്ചത് ഈ ഹെൻറി ബേക്കറാണ്. അപ്പോൾ അവിടെ ഒരു ചരിത്രം കൂടെയുണ്ട്. ഈ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പം തിരുവിതാംകൂറിൽ ഒരു വ്യവസ്ഥ വെച്ചു, നിങ്ങൾക്ക് ഭൂമി എടുക്കാം, പക്ഷേ അവിടെയുള്ള തടി ഞങ്ങൾ വെട്ടിയെടുക്കും. 1000കണക്കിന് വർഷം പഴക്കമുള്ള വലിയ തേക്ക് വീട്ടിയുമായിരുന്നു. ആ തടി മുഴുവനും തിരുവിതാംകൂർ വെട്ടിയെടുത്ത് അതിന് ആങ്കൂർ റാവുത്തർ എന്ന് പറഞ്ഞ ഒരു കൂപ്പ് കോൺട്രാക്ടറെ കൊണ്ടാണ് ഇത് വെട്ടിപ്പിച്ചെടുത്തത്. അദ്ദേഹം പല വഴികളും ഹൈറേഞ്ചിലുണ്ടാക്കി. ആ വഴികൾ പിൽക്കാലത്ത് തെളിച്ചെടുക്കുകയാണ് ഇത്. അങ്ങനെ ആ സ്ഥലം മുഴുവനും അവരെടുത്തു. അതിനുശേഷം മറ്റൊരു സംഭവം നടന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവും കേണൽ JD മൺട്രോയുടെ കൊച്ചുമകൻ പൗത്രനുമായ ജോൺ ഡാനിയൽ മൺട്രോ മൂന്നാർ പ്രദേശത്തുകൂടെ കുതിരപ്പുറത്ത് യാത്ര ചെയ്തു. അവർ സാഹസികരായിരുന്നു ഇംഗ്ലീഷുകാർ. അവരുടെ സവിശേഷത ഇത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഈ കണ്ണമ്മദേവൻ ഹിൽസും അതുപോലെ തന്നെ മൂന്നാർ പ്രദേശവും തൻ്റെ കാപ്പി കൃഷിക്ക് തികച്ചും അനുയോജ്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് തിരുവിതാംകൂർ ഏറ്റെടുത്തപ്പോൾ അതിൽ പെടാതെ പോയ ഒരു പ്രദേശമാണിതെന്ന്. അതുകൊണ്ട് ഉടനെ തന്നെ അദ്ദേഹം പൂഞ്ഞാർ പാലസിൽ കുതിരപ്പുറത്ത് വന്നു, അദ്ദേഹത്തെ കണ്ടു, ഒരു കരാറിലെത്തി. കരാറെന്ന് പറഞ്ഞാൽ 99 വർഷത്തേക്കാണ് ഈ പ്രദേശം പാട്ടത്തിനെടുത്തത്. അതിന് രൊക്കം 5000 രൂപയും പ്രതിവർഷം 3000 രൂപയുമായിരുന്നു തമ്പുരാൻ ഈ വകയിൽ കിട്ടുന്നത്. ഈ കരാർ ഒപ്പിട്ടത് പൂഞ്ഞാർ പാലസിൽ വെച്ചാണ്. അതിന് സാക്ഷി നിന്നത് പുളിക്കീൽ ഉണ്ണി എന്ന് പറഞ്ഞ പ്ലാന്ററും അതുപോലെ തന്നെ പ്രജാസഭാംഗമായിരുന്ന തുപ്പൻ നമ്പൂതിരിപ്പാടുമാണ്. 99 വർഷത്തേക്കായിരുന്നു പാട്ടകാലാവധി. ഒരു സംഭവം കൂടെ നടന്നു. 1904 ജോൺ ജോസഫ് മർഫി എന്ന ഐറിഷുകാരൻ, അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ഏലകൃഷി നടത്തിയ ആളാണ് പാമ്പാടുംപാറ പ്രദേശത്ത്. അദ്ദേഹം കൊട്ടാരത്തിൽ വന്ന് തമ്പുരാനോട് സ്ഥലം വാങ്ങി. അതായത് കൂട്ടിക്കൽ, ഏന്തയാർ, കൊക്കയാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ 10,000 ഏക്കർ സ്ഥലം തമ്പുരാനോട് വാങ്ങി. എല്ലാം പാട്ടത്തിനാണ്. 99 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തു. അപ്പം അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്രീയമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ചത്. 3 വില്ലേജുകൾ മാത്രം വന്നു. പൂഞ്ഞാർ നടുഭാഗം, പൂഞ്ഞാർ തെക്കേക്കര, പൂഞ്ഞാർ വടക്കേക്കര. ഈ 3 വില്ലേജുകളിൽ മാത്രം ഇത് ഒതുങ്ങി. അതുകൊണ്ടും തീർന്നില്ല. രാജസ്ഥാനം പോയതിനു പുറമെ 1934 ഇടവക ആക്ട് നിലവിൽ വന്നു. അതോടുകൂടി പൂഞ്ഞാറ്റിത്തമ്പുരാൻ വെറും ഒരു ടൈറ്റുലാർ ഹെഡായി. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഇടവക കമ്മീഷണറായിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ പൂഞ്ഞാർ രാജാവിൻ്റെ സ്ഥലവും ഏരിയ മുഴുവനും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഇനി മറ്റൊന്ന് ഓർക്കണം, ഇവിടുത്തെ ഭരണ സമ്പ്രദായം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താമസിച്ചിരുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തുള്ള കൊട്ടാരത്തിലാണ് മഹാരാജാവ് താമസിച്ചിരുന്നത്. വലതുവശത്തെ കൊട്ടാരത്തിലാണ് ഇടവക കമ്മീഷണർ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വലിയ ഓഫീസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ SMI സ്കൂളിൻ്റെ എതിർവശത്തുള്ള 2 നിലയിലെ 1-ാം നിലയിലായിരുന്നു ഇടവക കമ്മീഷണർ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ജോലി ചെയ്തിരുന്നത്. മറ്റുള്ളവർ 2-ാം നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ സ്കൂളിന് പുറകിൽ നായാട്ടുപാറ എന്നൊരു സ്ഥലമുണ്ട്. ഈ നായാട്ടുപാറയിലായിരുന്നു കോടതി ഉണ്ടായിരുന്നു.
കോടതിയും അതുപോലെ തന്നെ അഞ്ചലാപ്പീസും അങ്ങനെ തുടങ്ങിയുള്ള ആപ്പീസുകളൊക്കെ അവിടെ പ്രവർത്തിച്ചിരുന്നു. പിന്നെ ഇന്നത്തെ നടുഭാഗം വില്ലേജ് ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ പോലീസ് സ്റ്റേഷൻ. ഒരു കുറേ ആളുകളൊക്കെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അധികാരങ്ങളെല്ലാം അദ്ദേഹത്തിന് എല്ലാ അധികാരങ്ങളും വലിയ രാജാവിലാണ് കേന്ദ്രീകരിച്ചിരുന്നത്. അദ്ദേഹമാണ് ശിക്ഷ നടപ്പിലാക്കുന്നതൊക്കെ കടുത്ത ശിക്ഷയൊക്കെ നൽകിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അന്ന് അധികാര തെണ്ടക്കാർ, പെരമ്പന്മാർ, സപ്തതി, മാസപ്പടി പിള്ള, അങ്ങനെ ഒത്തിരി ജോലിക്കാർ ഇതിന് കീഴിലുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ശമ്പളം കൊടുത്തിരുന്നത് കൊട്ടാരത്തിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവരുടെ ജോലി ഏറ്റവും ചെറിയ ഭരണ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാമമായിരുന്നു. പ്രവൃത്തി എന്ന് പറയുന്നത് ഗ്രാമമായിരുന്നു. അവിടെ നിന്നാണ് നികുതികളൊക്കെ പിരിച്ചിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇവരുടെ ശക്തിയെല്ലാം ക്ഷയിച്ചു പോയി. 1816 ഇദ്ദേഹം വിശാലമായ പാടശേഖരങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നാട്ടുകത്തും ആർപ്പകരുണ്ട്, അത് മുഴുവനും പാട്ടത്തിന് കൊടുത്തു. എല്ലാം അനാഥമായിപ്പോയി. അത് കഴിഞ്ഞ് 1912 വരെ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന ബോട്ട് സൂക്ഷിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞു. ഈ രാജാക്കന്മാരുടെ സമ്പത്ത് മുഴുവൻ പോയി. 1957 ഗവൺമെൻറ് വന്നപ്പോൾ ജന്മിത്വം അവസാനിപ്പിച്ചു. അതിനൊരു വലിയ അപകടമുണ്ടായി. രാജാവിന് താമസിക്കുന്ന കുറച്ച് സ്ഥലം ഒഴിച്ച് വേറെ ഭൂമിയൊന്നും ഇല്ലെന്നായിപ്പോയി. സർവ്വ സ്ഥലങ്ങളും നഷ്ടപ്പെട്ടു. കുടിയാന്മാരും അതുപോലെ തന്നെ അവർക്ക് സ്ഥലം കിട്ടി. അവർക്ക് പെട്ടെന്ന് കോടീശ്വരന്മാരായി. 10 ഏക്കർ അല്ലെ പകുതി രാജാവിന് കൊടുക്കേണ്ടായിരുന്നു. അത് കൊടുക്കാതെ മുഴുവൻ ഇവർ കൈവശപ്പെടുത്തി. ഒന്നും കൊടുത്തില്ല രാജാവിന്. രാജാവ് പല രാജകുടുംബത്തിലും ഞാൻ സന്ദർശിച്ച് ദുഃഖം തോന്നിയിട്ടുണ്ട്. യാതൊരു സമ്പത്തും ഇല്ല. മുഴുവൻ കുടിയന്മാർ വലിയ കോടീശ്വരന്മാരായി വലിയ മണിമാടുകൾ വെച്ച് താമസിക്കുമ്പോൾ രാജാക്കന്മാർക്കൊന്നുമില്ലാത്ത ജീവിക്കുന്ന പഴയ ബ്രാഹ്മണന്മാരൊക്കെ അവരുടെ അവസ്ഥ അതാണ്. ജന്മിമാരെല്ലാം ദയനീയാവസ്ഥയിലാണ് കഴിയുന്നത്. അത് കഴിഞ്ഞ് 1957 ഇങ്ങനെ എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പാടശേഖരങ്ങൾ നോക്കിയിരുന്നതിൽ 3 പേരും, ഒത്തിരി പേരുണ്ടായിരുന്നു പ്രമുഖന്മാർ, വിഒ മർക്കോസ്, വിഒ എബ്രാഹിം, വിഒ സക്രിയാസ്. ഈ 3 പേര് രാജാവിനെ വന്ന് കണ്ടു. പറഞ്ഞു, തിരുമേനി, ഞങ്ങളൊരു വാക്ക് പറഞ്ഞ് അങ്ങോട്ട് വാങ്ങിച്ചത്. ഈ സ്ഥലം പകുതി അങ്ങേക്ക് ഞാൻ തരേണ്ടതാണ്, പകുതിയെ ഞങ്ങൾക്ക് എടുക്കാൻ അവകാശമുള്ളൂ. നിയമം എന്തൊക്കെയാണെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ അതിൻ്റെ വില തരിക എന്ന് പറഞ്ഞ് 3 പേരും അവർക്ക് കിട്ടിയ ഭൂമിയുടെ പകുതി കൊടുക്കേണ്ടതില്ല, അതിൻ്റെ വില കൊടുത്തു. അങ്ങനെ 3 പേര് മാത്രമേ ചെയ്തുള്ളൂ, മറ്റവരൊന്നും ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഇവർക്കുള്ള അടുത്തൂണുകളില്ലെന്നായി, എല്ലാം തീർന്ന് അവർ തീർത്തും ദുർബലരായി പോയി എന്നൊരവസ്ഥ വന്നു. അതാണ് പൂഞ്ഞാർ രാജകുടുംബത്തിൻ്റെ ചരിത്രം. ഇതാണ് ദുഃഖകരമാണ് അവരുടെ ചരിത്രം. ഇത്രയും പ്രൗഢിയിൽ നിന്നിരുന്ന ഒരു രാജ്യം ഇപ്പോൾ തീർത്തും ചെറുതായി പോകുന്നൊരവസ്ഥയാണ്. പിന്നെ ഇവിടുത്തെ രാജാക്കന്മാർ പ്രമുഖരായിട്ടുള്ളവരുടെ കുറേ പേരുടെ പേര് ഞാൻ പറയാം. അടുത്ത കാലത്തുണ്ടായത് മകൻ തിരുനാൾ ഗോതവർമ്മ രാജ, അതുപോലെ തന്നെ ചതയൻ തിരുനാൾ രാമവർമ്മ രാജ, പിന്നെ പി രാമവർമ്മ രാജ, PR രാമവർമ്മ രാജ, അതുപോലെ കേണൽ ഗോതവർമ്മ, അദ്ദേഹം നമുക്കറിയാം കേരള സ്പോർട്സിൻ്റെ പരമാധികാരിയായിരുന്നു. തിരുവോണനാൾ PG ഗോതവർമ്മ വലിയ രാജ, അദ്ദേഹമാണ് ഇപ്പോഴത്തെ വലിയ രാജ, അദ്ദേഹമാണ്. ഇത്രയും പേരാണ് ഒരു രാജാക്കന്മാർ. പിന്നെ അവിടെ പൊതുവിൽ ഈ രാജാക്കന്മാരെ വിളിച്ചിരുന്നത് കേരളവർമ്മ, ഗോതവർമ്മ, രാമവർമ്മ, ഇതായിരുന്നു അവരുടെ പേര്. രാജ്ഞിമാരുടെ പേര്, വലിയ തമ്പുരാട്ടിമാരുടെ പേര് അംബ, അംബിക, അംബാലിക എന്നായിരുന്നു. അതുപോലെ ചില കൊട്ടാരങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവിടെ 5 കൊട്ടാരങ്ങളുണ്ട്. അതിലെ പ്രധാന പഴക്കമുള്ള 1960 നിർമ്മിക്കപ്പെട്ട കൊട്ടാരമാണ് ഇപ്പോൾ ഏറ്റവും വലിയ. അതിപ്പോൾ അങ്ങനെ താമസമൊന്നുമില്ല, ചരിത്ര സ്മാരകമാണത്. കാഞ്ഞിരമറ്റം പാലസുണ്ട്, സുധർമ്മ പാലസുണ്ട്, റോറി പാലസുണ്ട്, അതുപോലെ തന്നെ പുത്തൻ മാളികയുണ്ട്. അങ്ങനെ 5 മാളികകൾ അവിടെയുണ്ട് ഇപ്പോഴും കൊട്ടാരത്തിൻ്റെ വകയായിട്ട്. അപ്പോൾ അവർ പലരും ജോലി കിട്ടിയവരൊക്കെ നന്നായി പോയിട്ടുണ്ട്, അല്ലാത്തവർക്കൊന്നും മെച്ചപ്പെട്ട അവസ്ഥയല്ല. ഇത്രയും വലിയൊരു ചരിത്രം ഈ രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് അവർ ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കൊക്കെ വലിയ ആനുകൂല്യങ്ങൾ കൊടുത്തതാണ്. ഈരാറ്റുപേട്ടയിലാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി 950 ഏക്കർ സ്ഥലം വിലയ്ക്ക് മേടിച്ചു കൊടുത്തു. നാഗപാറയ്ക്കടി ഭാഗം തെക്കേക്കര സ്ഥലം കൊടുത്തു, വടക്കേക്കര കൊടുത്തു, അതുപോലെ തന്നെ കാരക്കാട് കൊടുത്തു, മാതാക്കൽ കൊടുത്തു, MES എല്ലായിടത്തും ക്രിസ്ത്യാനികൾക്ക് ഇന്ന് സ്ഥാപിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ അവരുടെ വകയാണ്. പള്ളി വെക്കാൻ എല്ലാം രാജാക്കന്മാർ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ വാത്സല്യപൂർവ്വം ജനങ്ങളോട് പെരുമാറിയ ഒരു രാജകുടുംബമാണ് പൂഞ്ഞാർ രാജാക്കന്മാർ. 1155 1420 1770 പൂഞ്ഞാറിൻ്റെ മാപ്പ് ലഭ്യമാണ്. എനിക്കിവരെപ്പറ്റി ഇത്രയുമാണ് പറയാനുള്ളത്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാനാകാതെ നിങ്ങൾ വിഷമിക്കുന്നുവോ? പണയ സ്വർണം തിരിച്ചെടുത്ത മാർക്കറ്റിലെ ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഞങ്ങൾ സഹായിക്കാം. പണയത്തിലോ കൈവശമോ ഇരിക്കുന്ന ഏത് ജ്വല്ലറിൽ നിന്നും വാങ്ങിയ സ്വർണവും നിങ്ങളുടെ വീടുകളിലോ പണയ സ്ഥാപനത്തിലോ നേരിട്ടെത്തി മിനിറ്റുകൾക്കുള്ളിൽ മാർക്കറ്റ് വിലയിൽ വിൽക്കാൻ സഹായിക്കുന്നു. ഉടൻ വിളിക്കൂ ആലപ്പാട് ഗോൾഡ്, നിയർ റിലയൻസ് ട്രെൻഡ്സ്, KK റോഡ്, മുണ്ടക്കയം. ഫോൺ 8606 ബ്ലോക്ക് ബസ്റ്റർ ഓഫർ. 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോണം മാസോണം സീസൺ 2. എമർജ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. റാണി റൈസ് ആൻഡ് ഫ്ലവേഴ്സ്. രുചിച്ചു തന്നെ അറിയണം ഈ പാരമ്പര്യത്തിന്റെ മേന്മ.